പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഉപകരണങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട്, കർത്താവേ, നിന്റെ കരുണ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഞാനിപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്ന എല്ലാ നിയോഗങ്ങളുടെ മീതെയും ആരൊക്കെ ഈ നിമിഷങ്ങളിൽ ഈ ശുശ്രൂഷകളോട് ചേർന്ന് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നുണ്ടോ എല്ലാവരുടെ മീതെയും നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്ന പോലെ മുട്ടുമേൽ നിന്നോ എഴുന്നേറ്റ് നിന്നോ ഇരുന്നോ ഒക്കെ നിങ്ങൾക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഉദ്ധാനം ചെയ്ത കർത്താവ് അപ്പസ്തോലന്മാരെ കണ്ടുമുട്ടിയപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, അല്ലെങ്കിൽ ശിഷ്യന്മാർ ഭയപ്പെട്ടിരുന്ന സമയത്ത് അവരുടെ മധ്യ വന്നുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ വലിയ വാഗ്ദാനമാണ് സമാധാനം. അനേകം കുടുംബങ്ങൾ, പക്ഷെ നമ്മുടെ കുടുംബങ്ങളാകാം, ചുറ്റുപാടൊക്കെ നമുക്കറിയാവുന്ന പല കുടുംബങ്ങളാകാം, അസമാധാനത്തിലും അസന്തോഷത്തിലും ഭിന്നതയിലും കലഹത്തിലും പ്രാർത്ഥനയില്ലാതെയും ദൈവഭയമില്ലാതെയും സ്വാർത്ഥതയിലും അഹങ്കാരത്തിലൊക്കെ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. ഒരിറ്റ് സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയോ മക്കളുണ്ട്. മനസമാധാനം നഷ്ടപ്പെട്ടു പോയവർ, കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയവർ, മക്കളെ ഓർത്ത് സമാധാനമില്ലാത്തവർ, ജീവിത പങ്കാളിയുടെ ചില ദുസ്വഭാവങ്ങളെ ഓർത്ത് സമാധാനമില്ല എന്ന് പറയുന്നവർ, വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയതുകൊണ്ട് സ്വസ്ഥതയില്ല, സമാധാനമില്ല, കടമെടുത്തത് അടച്ചു വീട്ടേണ്ട സമയമാകുമ്പോൾ, ലോൺ എടുത്തത് തിരിച്ചടയ്ക്കേണ്ട സമയമൊക്കെ ആകുമ്പോൾ, പലിശ കൊടുക്കേണ്ട സമയമൊക്കെ ആകുമ്പോൾ വല്ലാതെ ഒരു മനക്ലേശത്തിലും മനോഭാരത്തിലും അസമാധാനത്തിലൊക്കെ ആയിരിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളൊക്കെ ഉണ്ട്. അസമാധാനത്തിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞില്ലേ, ലോകത്തിന് സമാധാനം തരാൻ പറ്റില്ല എന്ന്. ലോകത്തിൻ്റെ നടുവിലായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ അനുഭവിക്കുന്ന ആന്തരിക മനുഷ്യൻ്റെ ഒരു സന്തുലിതാവസ്ഥയാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. ഇത് ലോകത്തിന് തരാൻ പറ്റുന്നതല്ല. ചിലപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്, എത്ര കിട്ടിയാലും മതിയാകാത്തവരുണ്ട്, എത്ര സ്വന്തമാക്കിയാലും സമാധാനവും സ്വസ്ഥതയില്ലാത്തവരുണ്ട്. ചിലപ്പോൾ സ്വന്തമാക്കിയതിനെ കുറിച്ചുള്ള ആലോചനകൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്, ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നവർ. അപ്പോൾ ലോകത്തിൻ്റെതൊന്നിനും നമുക്ക് തരാൻ പറ്റാത്തതാണ് നിലനിൽക്കുന്ന സമാധാനം. അത് ദൈവത്തിൽ മാത്രം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ആ സമാധാനത്തെക്കുറിച്ചാണ് ഉദ്ധാനം ചെയ്ത കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ ആർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു, ആർക്കെല്ലാം കൊടുത്ത വാഗ്ദാനം ഈ നിലനിൽക്കുന്ന സമാധാനമാണ്. അതെങ്ങനെയാണ്? ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം, കൂടെ നടക്കുന്ന സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഒരു ദൈവവേദന അനുഭവിക്കുന്നതാണ് ഈ സമാധാനം. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും, ഈ ലോകത്ത് എന്തെല്ലാം തകർച്ചകളുണ്ടായാലും, വേദനകളുണ്ടായാലും, അസ്വസ്ഥതകളുണ്ടായാലും, രോഗത്തിൻ്റെ നടുവിലും ഭാരത്തിൻ്റെ നടുവിലൊക്കെ എൻ്റെ ഈശോ, ഉദ്ധാനം ചെയ്ത കർത്താവ് എൻ്റെ കൈപിടിച്ച് എന്നെ നടത്തിക്കൊണ്ടിരിക്കുക. ഈ ബോധ്യവും ഈ വിശ്വാസവുമാണ് ഒരുവന് സമാധാനം കൊണ്ട് നിറയ്ക്കുന്നത്. അപ്പൊ ദൈവവേദലിൽ ഒരു ബോധ്യം കിട്ടും, എൻ്റെ കർത്താവ് ഈ സങ്കടത്തിലും എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവ് ഈ വേദനയിൽ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, ഞാൻ അഭിമുഖീകരിക്കേണ്ട പ്രശ്നത്തിന്റെ നടുവിലും ദൈവത്തിന് ഒരു പരിഹാര മാർഗമുണ്ട്, എൻ്റെ കർത്താവിന് ഒരാലോചനയുണ്ട്. ഒന്നാണല്ലോ വചനം പറയുന്നത്, നിന്റെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. ആകുലപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് പത്രോസിനെ പറയാം, നിന്റെ കാര്യത്തിൽ കർത്താവിന് ശ്രദ്ധയുണ്ട് എന്ന്. അപ്പൊ നമുക്ക് ശ്രദ്ധയുള്ള, നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിലും ശ്രദ്ധയുള്ള ഒരു കർത്താവുണ്ട്. എന്തിനേറെ നമ്മുടെ ആത്മരക്ഷ അവൻ
ശ്രദ്ധിച്ചത് കൊണ്ടാണല്ലോ സ്വന്തം പുത്രനെ നൽകാൻ തക്കവിധം അവൻ നമ്മെ അത്രമാത്രം സ്നേഹിച്ചത്. നമ്മുടെ ശരീരത്തിൻ്റെ തലത്തിലും നമ്മുടെ വൈകാരിക അവസ്ഥകളിലും ആത്മീയ അനുഭവത്തിലൊക്കെ ദൈവത്തിന് ആലോചനയുണ്ട്, ചിന്തയുണ്ട്. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നല്ലേ വചനം പറയുന്നേ. കർത്താവേ, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളെയും നിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബങ്ങളെല്ലാം ചേർത്ത് വയ്ക്കുന്നു. കർത്താവ്, ഏതെല്ലാം വിഷയങ്ങൾ കാരണമാണോ ഈ കുടുംബങ്ങളിൽ സമാധാനവും സ്വസ്ഥതയില്ലാത്ത, കർത്താവ് വല്ലാതെ ഞെരുങ്ങിയും ഭാരപ്പെട്ടും കഴിയുന്ന, അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ആ ഒരു ഊഷ്മളതയും സന്തോഷമൊക്കെ നഷ്ടപ്പെട്ട് കഴിയുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ടാകാം. ഈ കുടുംബങ്ങളിലേക്കെല്ലാം കർത്താവേ, നിന്റെ കരുണ സമാധാനമായി ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ സ്നേഹമായി ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ കർത്താവേ പറ്റാത്ത ദൈവിക ആനന്ദമായി ഈ കുടുംബങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൗഖ്യം ആവശ്യമുള്ള മക്കളിലേക്ക് നിന്റെ കരുണ സൗഖ്യമായിട്ട് ഒഴുകിയിറങ്ങട്ടെ. കർത്താവെ, നിന്റെ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ, സ്പർശനങ്ങൾ ആവശ്യവും ആഗ്രഹമുള്ള മക്കളിലേക്ക് കർത്താവെ നിന്റെ സ്നേഹത്തിന്റെ സ്പർശനം കരുണയായി ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അവസ്ഥകളെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ശുശ്രൂഷയിൽ നമ്മളോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആലയത്തോട് ചേർന്ന് പ്രഭാതം മുതൽ സായാഹ്നം വരെ നിരന്തരം പ്രാർത്ഥനകൾ ചോദിക്കുന്നവരും ഈ ശുശ്രൂഷകളോടൊക്കെ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ട്. ഈശോയെ, ഈ ആലയത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലൂടെയും വെളിപ്പെടുന്ന കൃപയിൽ ഈ മക്കൾ, ഈ കുടുംബങ്ങൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണയുടെ ആഘോഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണല്ലോ. നിന്റെ വറ്റാത്ത കരുണ കാൽവരിയിൽ നീ വെളിപ്പെടുത്തിയ ആനന്ദമായ വറ്റാത്ത കാരുണ്യത്തിലേക്കുള്ള കർത്താവേ ആ ഒരു തിരുനാളിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്ന സമയമാണല്ലോ. കുടുംബങ്ങളെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണയുടെ മിഷണറിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിർത്തിയിൽ നടക്കുന്ന അസ്വസ്ഥതകൾ, അതുമൂലം ജീവിതം നഷ്ടപ്പെട്ടു പോയവര്, കുടുംബങ്ങൾ, കണ്ണുനീരിൽ വീണുപോയ ആ സങ്കടത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തീവ്രവാദ സ്വാധീനങ്ങളിൽ നിന്നൊക്കെ വിമോചനവും വിടുതലും ദേശത്തിനും രാജ്യങ്ങൾക്കൊക്കെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കരുണ യാചിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോയെ, മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഈ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. മനസമാധാനം നഷ്ടപ്പെട്ടു പോയ മക്കളിലേക്ക് ഈശോയെ നീ വാഗ്ദാനം ചെയ്ത സമാധാനം നിറയ്ക്കണമേ. അതിനെതിരെ നിൽക്കുന്ന ശത്രു വിതച്ചതാണ് ഇവിടെ മനസ്സിനെ അലട്ടുന്നതെങ്കിൽ നിരാശകള്, ആകുലതകള്, ഭയപ്പാടുകള്, ഉത്കണ്ഠകള്, ആത്മഹത്യാ പ്രവണതകള് യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ രക്തം കൊണ്ട് കഴുകണമേ. ഈശോയെ, കാൽവരിയിൽ ചിന്തിയ പരിശുദ്ധ രക്തത്താൽ നീ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഈ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും കരങ്ങൾ കൂപ്പി എന്നെ നല്ല ശിക്ഷനാക്കിടുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. സാന്നിധ്യം മതി. നിയോഗം ദൈവത്തിൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും
വാഴ്ത്തുകയും ചെയ്യുന്ന ദിവ്യകാരുണ്യ ഭക്തർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ. അങ്ങയുടെ കരുണയുടെ ആഴത്തെ പുകഴ്ത്തുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ. ദൈവത്തിൻ്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ഈ ആത്മാക്കൾ. ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ച് അവർ മുന്നോട്ടു പോകുന്നു. ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ മുഴുവൻ തങ്ങളുടെ മാധ്യസ്ഥം വഴിയായി തോളുകളിൽ സംവഹിക്കുന്നു. ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ലല്ലോ. ഈ ജീവിതത്തിൽ നിന്നും പിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുമല്ലോ. നിത്യനായ പിതാവേ, ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളിൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ. ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ. കരുണയുടെ പ്രവൃത്തികളാൽ അവരുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ ഹൃദയം അത്യുന്നതൻ്റെ കാരുണ്യ സ്തോത്രം ആലപിക്കുന്നു. അങ്ങയിൽ അവർ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരോട് കരുണ കാണിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു. അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പുകഴ്ത്തുന്നവരെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും സംരക്ഷിക്കുമെന്ന വാഗ്ദാനം അവരിൽ പൂർത്തിയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒട്ടുമേലായിരിക്കാം. ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. എല്ലാ നിയോഗങ്ങളെയും ദിവസത്തിലേക്ക് ഉയർത്തുമ്പോൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷകളെയും വിശുദ്ധ കുർബാന ആചരണത്തെയൊക്കെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.